വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ്. അപ്പം സമീപം ഏകദേശം 12 കാലമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്ളോഗ് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഇൻട്രോ എടുത്തില്ല. ഏറ്റവും വലിയ കോമഡി ഇതാണ്, ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പം ആ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നാൽ ഞാനിപ്പോൾ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ ഇൻട്രോ എടുത്തിട്ടില്ല എന്നൊരു കാര്യം ഓർത്ത്. ഞാനിപ്പോൾ വീട്ടിലാണ്, ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീട്ടിൽ ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ചെറിയ വ്ളോഗ്. ബൈക്ക് ഞാൻ എടുത്തില്ല, കാര്യം ബൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ ബൈക്ക് എടുത്തില്ല. ബസ്സിനാണ് വന്നത്. അപ്പോൾ ബസ്സിന് വന്നതിൻ്റെ കുറച്ച് ഫോട്ടോയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വ്ളോഗിന് വേണ്ടി എടുത്താണ്, പക്ഷേ ഇൻട്രോ എടുക്കാതെയാണ് വ്ളോഗെല്ലാം എടുത്തത്. അപ്പം അത് ചെയ്യാം, ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ ഞാൻ വ്ളോഗ് ഇട്ടിട്ട് ഞാൻ സല്ലാറ് കാണാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇൻട്രോ എടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇൻട്രോ എടുത്തിട്ട് നേരെ ഇനി സല്ലാറ് കാണാം. വ്ളോഗ് എഡിറ്റ് ചെയ്ത് നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് അപ്പ് ചെയ്യണം. നാളെ പിന്നെ തിരുവല്ലയ്ക്ക് പോകുന്നുണ്ട്. അതായത് ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഡിറ്റ് ചെയ്യുന്ന ശനിയാഴ്ചയാണ്. ഒന്നെങ്കിൽ തിങ്കളാഴ്ചത്തേക്കോ അല്ലെങ്കിൽ നാളത്തേക്കോ പ്രീമിയർ, ഞായറാഴ്ചത്തേക്കോ പബ്ലിക് അവസാനം. അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ആ വന്ന കാര്യങ്ങളൊന്ന് ഫോട്ടോച്ച്, ചെറിയ പോലെ സാധനങ്ങളുണ്ട്, വലിയ വ്ളോഗൊന്നും അല്ല, ചെറിയ ബസ്സിന് വന്നതിൻ്റെ കുറച്ച് ഫോട്ടോച്ച്. അപ്പോൾ അതായത് നിങ്ങളത് കണ്ടിട്ട് വാ. ഞാൻ അന്നത്തേക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് സെലർ കണ്ടേ നാളെ തിരുവല്ലയ്ക്ക് പോകുന്ന വീഡിയോ വരും. അപ്പോൾ എന്തായാലും ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്, ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ് ആണ്. അപ്പോൾ എന്തായാലും സ്വീറ്റ് ഡ്രീംസ്. സോ ഗൈസ്, അപ്പോൾ സമയം 6:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ യാർഡിൻ്റെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ഗൈസ്. ഫൈനലി ബസ് വന്നു. ആദ്യ സീറ്റിലായിരുന്നു, തിരക്കോട്ടായിരുന്നു. ഇത് തൃപ്പൂണിത്തറയ്ക്കുള്ള ബസ്സാണ്. അപ്പോൾ നമ്മൾ സീറ്റ് കിട്ടിയപ്പോൾ ഇരുന്നൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നേരെ തൃപ്പൂണിത്തറ ചെല്ലുക, അവിടുന്ന് വൈറ്റില പിടിച്ച്, അതായത് വൈറ്റില ഹബ്ബിലേക്ക് പോയിട്ട് അവിടുന്ന് പോകാതാണ് പ്ലാൻ, ചേർത്തലയ്ക്ക്. ഇല്ലെങ്കിൽ തൃപ്പൂണിത്തറത്ത് ഡയറക്റ്റ് ബസ് ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. എന്തായാലും ചെല്ലുന്ന പോയിട്ടിരിക്കും. അപ്പോൾ എന്തായാലും തൃപ്പൂണിത്തുറ ഇതേ ബസ് സ്റ്റാൻഡ് എത്താറായി. ഇപ്പോൾ ടൗണാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളും നിറയെ പരിപാടിയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് എന്തൊക്കെ ചെണ്ടമേളവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉത്സവം പള്ളിപ്പെരുന്നാളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പള്ളിപ്പെരുന്നാളുണ്ട്. അപ്പം നല്ല തിരക്കുണ്ട് ഇവിടെയൊക്കെ, ഒരു രക്ഷയില്ല. പിന്നെ ഏതാണ്ട് മനുഷ്യചങ്ങതി അങ്ങനെ ഏതാണ്ട് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വൈറ്റിലെത്തട്ടെ, അപ്പോൾ കാണാം. ഫൈനലി നമുക്ക് സീറ്റ് കിട്ടി. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര നേരം സീറ്റ് കിട്ടിയില്ല. ഇപ്പോൾ പട്ടണക്കാട് എത്തി. ഇപ്പോഴാണ് ഞാൻ ഇരുന്നത്. വൈറ്റില ഹബ്ബിൽ നിന്ന് നേരെ ചേർത്തല ഒരു ഓർഡിനറി ബസ് വന്നു. അതിൽ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അതുപോലെ തന്നെ റോഡിലും തിരക്ക്. ശനിയാഴ്ച ആയതുകൊണ്ട് അതിൻ്റെ തിരക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പള്ളിപ്പെരുന്നാൾ, അമ്പലം ഉത്സവം, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് തിരക്കും താലപ്പൊലി, അങ്ങനെയൊക്കെ റോഡ് ബ്ലോക്ക്. പിന്നെ മനുഷ്യ ചങ്ങല, അത് വേറെ. അത് കാരണം നല്ല തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് എത്തിയത്. ഫൈനലി നമ്മൾ ചേർത്തല എത്തിയിരുന്നു. ചേർത്തലയിൽ നിന്ന് ഇപ്പോൾ അടുത്തൊരു ഓർഡിനറി പിടിച്ച് എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വീടെത്തട്ടെ, എത്താറായി വരുന്നുണ്ട് ഗൈസ്. ഫൈനലി നമ്മൾ നമ്മുടെ അവിടുത്തെ കണിച്ചുറങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് നടക്കുവാണ്. ഇവിടെയൊക്കെ പള്ളിപ്പെരുന്നാളൊക്കെ ആയത് കാരണം നല്ല പ്രശ്നമാണ്. ഇവിടെയൊക്കെ തിരക്കും കാര്യങ്ങളുമാണ്. പള്ളിപ്പെരുന്നാൾ, ഉത്സവം, അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യച്ചങ്ങൾ, അങ്ങനെ കുറേ തിരക്കുണ്ട്. ഞാൻ മറ്റേ ഡ്യുവൽ ക്യാമറ വെച്ചൊന്ന് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനി എന്തായാലും വീടെത്തിയിട്ട് കിടന്നുറങ്ങണം. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇന്നത്തേക്ക് നാളത്തേക്ക് കയറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വീടെത്താറായി വരുന്നു. നമ്മുടെ അവിടുത്തെ റോഡ് കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റോഡിലൊക്കെ നിറച്ച് പട്ടിയുണ്ട്. അത് കാരണം ഞാൻ പുറകോട്ട് നോക്കിയാണ് തന്നെ. അതാണ് ഈ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് വെട്ടണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ വീടിൻ്റെ അടുത്തത്തെ ആളി. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ പരിപാടി. വലിയ വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല, ചെറിയ വ്ളോഗ്. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശനിയാഴ്ച അതിൻ്റെ. അപ്പോൾ എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗ് ആയിട്ട് വരാം. ബൈ.